പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ. എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം, ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും സമർപ്പിച്ചു കൊള്ളുക. ക്രിസ്തുവിനോടുള്ള ഐക്യം പാപത്തോട് വിരുദ്ധമായ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മളെ നയിക്കും. നമ്മൾ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മതമല്ല, യേശുക്രിസ്തു ഒരു മാർഗമാണ്. പാപത്തിൽ നിന്ന് മാനവരാശിക്കുള്ള രക്ഷയാണ് യേശുക്രിസ്തു. യേശുവിൻ്റെ പേര് തന്നെ മത്തായി എന്ന സുവിശേഷകൻ പറയുകയാണ്, മുഴു ലോകത്തെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കുന്നു. നിങ്ങളെന്നൊരു പാപ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പാപത്തിൻ്റെ ശമ്പളം വിശുദ്ധ വേദോസ്തം നമ്മെ പഠിപ്പിക്കുന്നു. പാപം ചെയ്താൽ മരണം സംഭവിക്കും, നമ്മളുള്ള ദൈവ തേജസ് നഷ്ടപ്പെട്ട് നമ്മൾ മരിക്കും. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ മാനവരാശിക്ക് പാപക്ഷമ ലഭിക്കുന്നു. ഇവിടെ 6-ാം അധ്യായം പറയുകയാണ്, അതിൻ്റെ 12-13, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനിയും വാഴരുത്. നമ്മൾ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നാം പാപങ്ങളിൽ അടിമപ്പെട്ട് നമ്മുടെ ശരീരങ്ങൾ പാപത്തിന്, അവയവങ്ങൾ പാപത്തിന്, പാപം ചെയ്യുന്ന അവയവങ്ങളായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത്. അത് എന്താണ് അതിൻ്റെ പ്രത്യേകത? തുടക്കം ഇങ്ങനെ പറയുന്നത്, ആകയാൽ നാം ഇനി എന്തു പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? കൃപയാലാണ്, സൗജന്യമായിട്ടാണ് ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ദൈവമക്കളായി തീർന്നത്. നമ്മുടെ പ്രവൃത്തിയല്ല. മനുഷ്യൻ ചെയ്യുന്ന നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ വഴിപാടുകൾക്കോ ഒന്നും ദൈവത്തിൻ്റെ അടുത്ത്, വിശുദ്ധനായി തീർന്ന ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടെത്തിക്കുന്നില്ല. നമുക്കും ആപ്പിൾ ഇഷ്ടമാണെങ്കിലും ഒരു കുഷ്ഠരോഗി കൊണ്ട് തന്നാൽ വേണ്ടെന്ന് പറയും. അതുപോലെ തന്നെയാണ് വിശുദ്ധനായ ദൈവത്തിന് പാപിയായി തീർന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയിലോ നേർച്ചയിലോ ഒന്നും പ്രസാദിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് യേശു ക്രിസ്തു
മാനവരാശിക്ക് വേണ്ടി വരുന്ന മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി യേശു കാൽവറിയിൽ വന്ന് യാഗമായി. നീതിമാനായിരുന്നവൻ, നിഷ്കളങ്കനായി തീർന്നവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, ദൈവത്തോട് സമൻ, ദൈവൻ, പുത്രൻ, സകല അധികാരമുള്ള ആൾ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും തുല്യനായി തീർന്ന യേശു ക്രിസ്തു മറിയയിൽ ജാതമെടുക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ. എന്നിട്ട് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി. തൻ്റെ രക്തവുമായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൃപയാലാണ് നമ്മൾ ആ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആ യാഗത്തിൻ്റെ വില, അതിൻ്റെ വിടുതൽ, അതിൻ്റെ ശക്തി നമ്മളിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇനിയും പാപം ചെയ്യാനാണോ? അല്ല, ഒരു നാൾ വരുത്. എന്നിട്ട് പറയണം, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? എന്നിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന എല്ലാവരും അവൻ്റെ മരണത്തിലാണ് പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. എന്നിട്ട് പറയാം, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അതാണ് വിശ്വാസം. എന്നിട്ട് പറയാണ്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ ഇനി നടക്കേണ്ടതിന് വേണ്ടിയാണ്. ഒരാൾ യേശുവിനെ സ്വീകരിച്ചവർ ഇനിയും ഒരു പുതുക്കത്തിൽ നടക്കണം, ജീവൻ്റെ പുതുക്കുന്നത്. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു, ഇതാ പുതിയതായിരുന്നു. യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും നമ്മുടെ വീട്ടിൽ യേശു ക്രിസ്തു വീടിന് നാഥൻ എഴുതിയിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലാണ് മാറ്റം വരണം. നമ്മൾ പാപത്തിൽ നിന്ന് വേറിട്ട് നിന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ നയിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായനായി കൂടെ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ കല്യാണത്തിന് പോകുമ്പോൾ ബ്യൂട്ടി പാർലറുകാർ കൂടെ നിന്ന് ഒരുക്കി ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കി പാപത്തിൽ നിന്നും വേറിട്ട് ജീവിച്ച് നിത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അന്ത്യത്തോളം. അപ്പം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പാപത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കണം. അതാണ് ദൈവം നമ്മളിലൂടെ ആക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ജീവിച്ചെഴുന്നേറ്റ് പോലെ നാമും എന്ത് ചെയ്യണം? യേശുക്രിസ്തു ജീവൻ്റെ പുതുക്കത്തിൽ നടന്നതുപോലെ തന്നെ നമ്മളെ നടത്താൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കും. യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുത്തതുപോലെ, പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചതുപോലെ നമുക്കും പരിശുദ്ധാത്മാവിനെ തന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജയകരമായി ജീവിച്ചതുപോലെ പാപത്തിൽ നിന്ന് ജയകരമായി ജീവിച്ച ദൈവമക്കളായി തുടരുന്നതിനെയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും എന്ത് ചെയ്യണം? ഇനിയും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ മരണത്തിൻ്റെ സ്നാനത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ എന്ത് ചെയ്യുക? പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് ആ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്നിട്ട് 11-ാം വാക്യത്തിൽ പറയാണ്, പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. നമ്മളൊരു കാര്യം മറന്നു പോകരുത്. യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മളൊരു മതത്തിലോട്ടല്ല ചേർന്നത്, പാപത്തിൽ നിന്നൊഴിഞ്ഞ് ദൈവമകൈതലായി മാറുകയാണ്. പാപസംബന്ധമായി നമ്മൾ മരിച്ചവരായിരുന്നു, ഇനിയിപ്പോൾ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി മാറുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുകയാണ്. എന്നിട്ട് പറയണം, ആകയാൽ പാപം നിങ്ങളുടെ മധ്യശരീരങ്ങളിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനിയും നമ്മുടെ പാപം നമ്മുടെ ജീവിതത്തിൽ നിൽക്കരുത്. എന്നിട്ട് പറഞ്ഞാൽ, അത് മോഹങ്ങളെ അനുസരിച്ച് ഇനിയും നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരും. നമ്മുടെ ശരീരത്തെ, നമ്മുടെ അവയവങ്ങളെ. എന്നിട്ട് പറഞ്ഞു, എന്താ കാര്യം? നിങ്ങൾ മരിച്ചു, നിങ്ങളെ തന്നെ ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ശരീരം, നമ്മുടെ അവയവങ്ങൾ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ കൃപാവരം തരണമെന്നല്ല, പരിശുദ്ധാത്മാവേ അവിടുന്ന് എന്നിൽ വസിക്കണമേ, അവിടെ തന്നെ മുഴുവനായി ഗൈഡ് ചെയ്യണമേ, പൂർണ്ണമായി എനിക്കുള്ളത് മുഴുവൻ നിൻ്റേതാണെന്ന് പറഞ്ഞു ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ജയാളികളായി തീരും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ കൃപയാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പാപക്ഷമയ്ക്കായി. യേശു ക്രിസ്തു ഞങ്ങൾക്ക് പകരമായി കാൽവറി യാഗമായതിനാൽ ഞങ്ങളെ ദൈവമക്കളാക്കി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകയാൽ ഞങ്ങളുടെ പാപം ഇനി മർത്യശരീരങ്ങൾ വാഴാതെ മോഹങ്ങളെ അനുസരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കരുത്. ഞങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കാതെ പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിപ്പാൻ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ഞങ്ങളുടെ അവയവങ്ങളെ
നീതിയുടെ ആയുധങ്ങളായി, നീതിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിന് എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അറക്കപ്പെട്ട കുഞ്ഞാടിൻ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ,